ഞാൻ വിചാരിച്ചു ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണു വരില്ലെന്ന്. അത് കൊള്ളാം. ഞാൻ അങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു നിന്റെ കൊച്ചേട്ടനെ കയ്യിലെടുക്കാൻ. എടുത്തല്ലോ. ഇന്നലെ രണ്ടുപേരും കൂടി ഇരുന്ന് വാചകം അടിക്കുന്നത് കണ്ടു. വാചകം അടിച്ചില്ലെങ്കിൽ വല്ല കാര്യവും നടക്കൂ? ഇക്കാലത്ത് എല്ലാവരും വാചകം അടിച്ചല്ലേ നിൽക്കുന്നത്. ഏതായാലും നിന്റെ കൊച്ചേട്ടനെ സുന്ദരമായി ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. അതെ അതെ, മനസ്സിലായി. എന്നെ വളച്ചെടുത്ത ആളല്ലേ വേണു? അയ്യോ, ക്ലാസ്സിന് സമയമായി. വരണം സാർ. എഴുന്നേൽക്കണ്ട, ഇടുന്നുള്ളൂ. എന്താ അസുഖം? ഒരു ചുമയും പനി, നെഞ്ചിലൊരു വേദന. 2 ദിവസമായി തുടങ്ങിയിട്ട്. ഞാനിന്ന് രാവിലത്തെ ഫ്ലൈറ്റിനാ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത്. ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. കുറച്ചു ദിവസം റെസ്റ്റ് എടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കൊന്നുമില്ല സാർ. നാളെ ഞാൻ സൈറ്റിൽ പോകും. വേണ്ട, ബാലിന് അസുഖം മാറിയിട്ട് പോയാൽ മതി. സാർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. വിളിച്ചു. മാധവൻ നായരുടെ തിയേറ്ററിന്റെ വർക്ക് നമുക്ക് കിട്ടേണ്ടല്ലേ? അതും സ്വാധീനം ചെലുത്തി പ്രഭാകരൻ തന്നെ കൊണ്ടുപോയി. നമ്മുടെ ഈ രംഗത്ത് പ്രഭാകരൻ ഒരു ശക്തിയാണ് സാർ. അതുകൊണ്ട് നമുക്കാർക്കും ജീവിക്കണ്ടേ? അവിടെ കാണുന്നവർക്കൊക്കെ അവൻ കയറി പിടിക്കുകയാണ്. എന്നാ പിന്നെ അവൻ മാത്രം ജീവിച്ചാൽ മതിയല്ലോ? ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നല്ല പണിക്കാരിയല്ല അവൻ കൊണ്ടുപോയി. നീ ഇതെല്ലാം കയ്യും കെട്ടി നോക്കിയിരുന്നു. നമുക്ക് പണി കുറവായതുകൊണ്ടാണ് സാർ അവർ പോയത്. നമുക്ക് പണി കുറവായതല്ല ജോണി, നമുക്ക് കിട്ടേണ്ടവർക്ക് അവൻ തട്ടിയെടുത്തതാണ്. അവനെ ഇങ്ങനെ വിട്ടാൽ ഞാനും നീയും വേറെ വല്ല പണിക്കും പോകേണ്ടി വരും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? നമുക്ക് പലതും ചെയ്യാൻ കഴിയും. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി.
കുളിച്ച തല നല്ലൊരു തോർത്തുമില്ല. മോനേക്കാൾ കഷ്ടമാ. എടി ആകെപ്പാടെ 5-6 റൂമാ ഉള്ളത്. അന്ന് ഉരച്ചു കളയാതെ. സുഖമില്ലെന്ന് പോകണ്ട. അല്ലടേ, ഞാനിന്ന് പോയില്ലെങ്കിൽ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കിയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരാം. പിന്നിന്ന് പോകുന്നില്ല. വരട്ടെ. ഓഹോ, അച്ഛൻ പോകുന്ന വഴി കാറ്റടിച്ചോളാം. മോൻ നടന്നു വയ്ക്കോ. അസുഖമൊക്കെ ഭേദമായോ? ആ, കുറവുണ്ട്. വാട്ടർ ടാങ്കിന്റെ പണി തീർന്നോ? അത് ഇന്നലെ തുടങ്ങിയതല്ലേ ഉള്ളു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഹലോ. മിസ്റ്റർ പ്രഭാകരൻ, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കും. ബാലം പോയതുകൊണ്ട് നിങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുതെന്തോ വരേണ്ടതാണ്. അതിങ്ങനെയായെന്ന് കരുതി സമാധാനിക്കും. അല്ലടി, ഞാനൊന്ന് പോയില്ലെങ്കിൽ പറ്റില്ല. ഞാൻ അവിടെ ചെന്ന് നോക്കിയിട്ട് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരാം. പിന്നിന്ന് പോകുന്നില്ല. ഏതായാലും ആ കുഞ്ഞിന്റെയും തള്ളയുടെയും ജീവിതം കഷ്ടത്തിലായി.
നീ വിഷമിക്കാതെ, അവർക്ക് വേണ്ട സഹായമൊക്കെ നമുക്ക് ചെയ്യാം. സുരേഷിനെ എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം പഠിപ്പിക്കാം. പ്രഭേട്ട, നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ആ കുഞ്ഞിനും തള്ളയ്ക്കും ബാലേട്ടന്റെ നഷ്ടം നഷ്ടം തന്നെയല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഒരു മുന്നറിയിപ്പും കൂടാതെയല്ലേ മരണം പലപ്പോഴും കടന്നു വരുന്നത്. ആർക്കെന്ത് ചെയ്യാൻ കഴിയും? പൊന്നമ്മേ, എന്റെ പൊന്ന്, ഞാനൊരു യഥാർത്ഥ കാമുകനാണ്. അതായത് ചങ്ങമ്പുഴയുടെ രമണൻ. ഞാൻ എന്റെ ഹൃദയം നിറയെ സ്നേഹത്തിന്റെ പെട്രോൾ അടിച്ച് 100 മൈൽ സ്പീഡിൽ നിന്റെ പിറകെ ഓടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആഹാ, അതിനിപ്പോ ഞാനെന്ത് വേണം? നീ എന്നെ പ്രേമിക്കണം, വിവാഹം കഴിക്കണം. രണ്ടും സാധ്യമല്ല. എങ്കിലത് അങ്ങോട്ട് നോക്ക്, കണ്ടോ തൂങ്ങിക്കിടക്കുന്നത്? നാളെ എന്റെ ശവം ആ കയറിൽ തൂങ്ങിക്കിടന്ന് ആടും. നാട്ടുകാർ നിന്നെ പഴിക്കും. നിന്റെ തന്തയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. പൊന്നമ്മേ, പൊന്നമ്മേ, നിനക്ക് സങ്കടം തോന്നില്ലേ? ഇല്ല, ഇയാള് മരിച്ചു. പൊന്നമ്മേ, തൂങ്ങിച്ചാകുന്നതിന് മുൻപ് എനിക്ക് ആത്മഹത്യ ചെയ്യണം. ഇതാ ഈ വിഷം കലക്കി എന്റെ വായിലൊഴിച്ചതാ. അതെന്തിനാ വിഷമം കയറും? മരിക്കാൻ ഏതെങ്കിലും ഒന്ന് പോരെ? ഒന്നും വിശ്വസിച്ചുകൂടാ. എല്ലാറ്റിലും മായമാണ്. ഉലകേ മായം, വാഴവേ മായം. പൊന്നമ്മേ, നീ ഇതൊന്ന് കലക്കി തരില്ലേ? ഇല്ല. വേണ്ട, ഞാൻ തന്നെ കലക്കി കഴിക്കാം. പൊന്നമ്മേ, അതിനു മുൻപ് ഞാൻ നിന്നെ നല്ലപോലെ ഒന്ന് കാണട്ടെ. ഞാൻ മരിക്കുന്നതിന് മുൻപ് എന്റെ ഒരു ആഗ്രഹം പൊന്നമ്മ സാധിച്ചു തരണം. എന്താ ചേട്ടാ? പൊന്നമ്മ എന്റെ ഈ കവിളിൽ സ്നേഹപൂർവ്വം ഒരു ഉമ്മ തരണം. ഞാൻ പൊന്നമ്മയുടെ ഈ കണ്ണാടി കവിളിൽ എന്റെ പൊന്നെ ഇത് വിളിച്ചൊരു ഉമ്മ തരണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന്റെ ആഗ്രഹം കൊണ്ടല്ലോ. നിനക്ക് എന്നോട് ഇനിയും പ്രേമം തോന്നിയില്ലെങ്കിൽ ഞാനിത് വിഷം കഴിക്കാൻ പോവുകയാണ്. അയ്യോ ചേട്ടാ, വേണ്ട. വിടൂ. ചേട്ടനത് കഴിക്കും. ഞാൻ കഴിക്കും. അയ്യോ വേണ്ട ചേട്ടാ. എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. ഞാൻ ചേട്ടന് വിവാഹം കഴിക്കാം. പിന്നെന്താ നീ എത്ര സ്ലോ ആയത്? അതെ, ചേട്ടൻ ഇതുവരെ എനിക്കൊരു പ്രേമലേഖനം തന്നിട്ടുണ്ടോ? എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ടുണ്ടോ? ഒരു സിനിമ കാണിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാം കാണിച്ചു തരാം. അയ്യോ ചേട്ടാ, ഇത് മുഖത്തിടുന്ന പൗഡർ ആണല്ലോ. അതെയോ? അതാ ഞാൻ പറഞ്ഞത്. സർവത്രമായോ? നേതാവ് ഇറങ്ങട്ടെ. ഭാസ്കരനോ? വരണം വരണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? തിരുവനന്തപുരത്ത് എപ്പോഴാണ് കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ രാവിലെ എത്തിയതേ ഉള്ളൂ. ജോണി, നീ ആ സ്വാമിയിൽ ചെന്നിട്ട് നാളെ രാവിലെയെങ്കിലും ആ മരം ഇവിടെ എത്തിക്കാൻ പറയും. ശരി സാർ. നമ്മുടെ പ്രഭാകരന്റെ സൈറ്റിലെ അപകടമരണത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. ഞാൻ പത്രത്തിൽ വായിച്ചു. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. പാവം, വിധവയായൊരു സ്ത്രീ, ഒരു കുഞ്ഞ്. നാളെ അവരുടെ ജീവിതം കഷ്ടത്തിലാകരുത്. പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അല്ല, പ്രഭാകരന്റെ കൂടെ പണിയെടുത്തവനല്ലേ ബാലൻ? കാശുള്ളവനല്ലേ പ്രഭാകരൻ? അയാൾ കൊടുക്കട്ടെ, അതല്ലേ അതിന്റെ ന്യായം. ശരിയാണ്, ഞാൻ പ്രഭാകരനെ കണ്ട് ഒന്ന് സംസാരിക്കാം. ഞാൻ ഈ കാര്യം ഭാസ്കരനെ തന്നെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഭാസ്കരൻ നാളെ ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ്. പ്രഭാകരന്റെ കയ്യിൽ നിന്ന് നല്ലൊരു തുക ആ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് നാളെ ഇതൊരു നല്ല പ്രൊപ്പഗൻഡയായിട്ട് ഉപയോഗിക്കാം. ജിപിക്ക് താല്പര്യമുള്ള പ്രശ്നമായതുകൊണ്ട് ഞാനിതെന്റെ സ്വന്തം കാര്യമായി കൈകാര്യം ചെയ്യാം. വരട്ടെ. അതെ.
എന്താ ഇവിടെ? എന്താ ഭാസ്കര? മരിച്ചുപോയ ബാലന്റെ ഭാര്യ മാലതി എന്നല്ലേ ഇവരുടെ പേര്? അതെ. ഇവരെ ഒന്ന് കാണാൻ വന്നതാ. എന്താ വിശേഷം? നിങ്ങളുടെ പ്രശ്നം തന്നെ. എന്റെ പ്രശ്നം? അതെന്തിനാ അവരോട് പറയുന്നത്? എന്നോട് പറഞ്ഞാ പോരെ? ഇവിടുത്തെ ബാലൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ അപകടത്തിൽ മരിച്ചത്? അതെ. അതേക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമായോ? എനിക്ക് മനസ്സിലായില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു മുതലാളിമാർക്കും മനസ്സിലാകൂല. ഞങ്ങളാണ് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബാലൻ വീണു മരിച്ചു എന്നുള്ളത് മനസ്സിലായോ? ഈ കുഞ്ഞും തള്ളയും അനാഥരായി എന്നുള്ളത് മനസ്സിലായോ? അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്താണ്? ഇത് ഈ നാട്ടിലെ ഒരു പ്രശ്നമാണ്. മരിച്ചതൊരു തൊഴിലാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ബാലന്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെ? വല്ലപ്പോഴും 5 or 10 എറിഞ്ഞു കൊടുക്കും. അതും കുറെ നാളത്തെ കൊടുക്കേണ്ട ഒരുമിച്ച് കൊടുക്ക്. അതെന്താണെന്ന് നമുക്ക് ഇപ്പൊ തീരുമാനിക്കാം. വേണ്ട, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. നിങ്ങളാരും ഇതിൽ ഇടപെടണ്ട. ഞാൻ നിങ്ങളുടെ കൂടുതലൊന്നും പറയണമെന്നില്ല. ഇപ്പൊ നേതാവിന് മനസ്സിലായല്ലോ. ഇനി നേതാവിന് പോവാം. ശരി, വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഞാൻ ഇടപെടാമെന്ന് വെച്ചു. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ വരട്ടെ. ചേട്ടൻ വിഷമിക്കാതെ. നിങ്ങളോട് വിരോധമുള്ളവരാരുമാണ് ഇയാളെ പറഞ്ഞയച്ചത്? എല്ലാം എനിക്കറിയാം.